ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ചൂട് സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാനൊരു 4-5 വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മഞ്ഞളൊന്നും ഇടണ്ട. വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക വറുത്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു അരവ് തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ, കടുക്, അതുപോലെ തന്നെ തൈര്, കുറച്ച് ഒരു പച്ചമുളക് ഇതിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും വെണ്ടയ്ക്കയൊക്കെ വറുത്ത് എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൺപാത്രത്തിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. വെണ്ടയ്ക്ക ഒന്ന് തണുത്തതിന് ശേഷം ഇട്ടാൽ മതിയാകും. ഞാൻ ഈ തേങ്ങ തിളപ്പിക്കുന്നൊന്നുമില്ല. ചിലർ ഈ തേങ്ങ തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം ഞാൻ തേങ്ങ തിളപ്പിക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. തൈര് ഒഴിച്ച് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ തൈരൊന്നും ഒഴിക്കണമെന്നില്ല. അഥവാ പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വെണ്ടയ്ക്കയ്ക്ക് ഉപ്പിട്ടതായതുകൊണ്ട് ഈ അരവിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ സമയത്ത് പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു വറവാണ് തയ്യാറാക്കുന്നത്. ഞാൻ ലേശം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറുത്തിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുക്, മുളക്, കറിവേപ്പില നന്നായിട്ട് വറുത്തിട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇത് ദോശയ്ക്ക്, ഗോതമ്പ് ദോശയ്ക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ചോറിനായാലും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്